അപ്പോൾ ഇന്നേ നമ്മളൊരു വെജിറ്റബിൾ എല്ലാം ചേർത്തൊരു ഓംലെറ്റ് ചെയ്യാൻ പോവാണ്. സുച്ചിനിയും ക്യാബേജും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ജിഞ്ചറും പച്ചമുളകും കൂടെ ചേർക്കും. എന്നിട്ട് നല്ലൊരു വെജിറ്റബിൾ എല്ലാം ചേർത്തൊരു ഓംലെറ്റും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ബോയിൽ ചെയ്യാം. പിന്നെ ഒരു ചെറിയ ചട്നി ഉണ്ടാക്കാം മുളക് വെച്ച്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് ക്യാബേജും ആ സുച്ചിനിയെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇതിനകത്തിട്ട് ഞാൻ കുറേ കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ ചേർക്കാം. ഇതിൻ്റെ കൂടെ അതിന് ആവശ്യത്തിനുള്ള സോൾട്ട് വിട്ട് 3 എഗ്ഗാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എഗ്ഗിൻ്റെ അളവൊക്കെ നിങ്ങൾക്കത് ചേർക്കാം, 3ഓ 4ഓ ഒക്കെ ചേർക്കാം. അതുപോലെ തന്നെ ഇത് ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയ ജസ്റ്റ് ഇത് കല്ലുപ്പാണ്. കല്ലുപ്പും കാശ്മീരി ചില്ലി പൗഡറും പുളി ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും, അത്രേ ഉള്ളൂ. ഇതിനകത്താണ് ഈ സുച്ചിനി അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇത് വെച്ച് നല്ല ഉപ്പും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഓംലെറ്റ് ചെയ്യും. എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എരിക്ക് ഇഞ്ചിയുടെ എരിയുണ്ട്, അതുപോലെ പച്ചമുളകും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പച്ചമുളക് ഒരു സൈഡിലായിട്ട് തന്നെ കിടക്കണ്ട. പാൻ ചൂടായപ്പോൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും. ഇനി ഈ കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളൊരു ലിഡ് വെച്ച് ഇത് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വേഗം കുക്കാകത്തുള്ളൂ. വെജിറ്റബിൾ എല്ലാം നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്. വെജിറ്റബിൾ എല്ലാം ചേർന്നപ്പോൾ വയറ് നിറയെ. ഇത് നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ വെജിറ്റബിൾ ഓംലെറ്റ് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാബേജ് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സുച്ചിനി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ചീര അരിഞ്ഞിടാം. അതുപോലെ ബ്രോക്കളി എന്ത് വേണേലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതും കൂടെ ചേർത്ത് ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മോർണിംഗ് ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു പീസും എനിക്ക് 2 പീസ് ഈ സ്വീറ്റ് പൊട്ടറ്റോയും കുറച്ച് ചട്നി. ഇത് ഫുള്ള് എണ്ണയല്ല, ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ചൂടുവെള്ളം, ഒരുപാട് ഓയിൽ കഴിക്കേണ്ടെന്ന് ഓർത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തത്. ഈ ചട്നി എനിക്കിതിൽ പീസ് വെജിറ്റബിൾ ഓംലെറ്റും കൂടെ ആകുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് ലഞ്ച് എന്താണെന്ന് കാണാം. ബൈ നൗ. നമുക്ക് ഇനി ലഞ്ചിന് എന്തൊക്കെ തയ്യാറാക്കാമെന്ന് നോക്കാം. കടല വെന്തതിരിപ്പുണ്ട്, ചെറുപയർ വെന്തതിരിപ്പുണ്ട്, ചിക്കനുണ്ട്, പാസ്റ്റ ഉണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു 1-2 ഐറ്റംസ് തയ്യാറാക്കാം. അതുപോലെ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ റെഡി ഇരിപ്പുണ്ട്. ഇതെല്ലാം ഫ്രിഡ്ജിൽ ഇരുന്ന സാധനങ്ങളാണ്. ചിക്കൻ കുറച്ച് കുക്ക് ചെയ്ത് ഇരിപ്പുണ്ട്. ഇത് ഹോൾ ചിക്കൻ. അതിൻ്റെ മീറ്റ് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ജിഞ്ചറുണ്ട്, ഗാർലിക്കുണ്ട്, കുറച്ച് പാസ്റ്റ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതും പിന്നെ കുറച്ച് കോണ്. ഇത് ഫ്രോസൺ കോണാണ്, ചോളം. ഇതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പാസ്റ്റ വെന്തിരിപ്പുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാസ്റ്റ തയ്യാറാക്കാം. സവോള ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് കോൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കുക്കാകട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഈ ചിക്കന് ഫ്രിഡ്ജിൽ കുക്ക് ചെയ്തിട്ടിരുന്നത് അത് ബോണോട് കൂടിയതായിരുന്നു. ഞാൻ അതിൽ നിന്ന് മീറ്റ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട്
നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒറിഗാനോ, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ ഹെർബ്സ് ഉണ്ട് അത് ഇട്ട് കൊടുക്കുക. ഹെർബ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാട്ടിലൊക്കെ ഉള്ളവരുടെ കയ്യിൽ ഒറിഗാനോയോ റോസ്മേരിയോ അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ സോസ് വാങ്ങാൻ കിട്ടും. അതും ഇല്ലെങ്കിൽ കുറച്ച് മിന്റ് ലീഫും കുറച്ച് കൊറിയാണ്ടറും കൂടെ ചെറുതായിട്ട് അത് ഇടുമ്പം വളരെ കുരുകുരുകിരാന്ന് അരിഞ്ഞേ ഇടാവൂ. പക്ഷെ ഫ്ലേവർ വ്യത്യാസമായിരിക്കുമെങ്കിലും നമ്മൾ എന്തെങ്കിലും ചേർക്കുന്നതല്ല. അതുപോലെ ഞാൻ കുറച്ച് റോസ്മേരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. ഇത് കുറച്ച് റോസ്മേരി കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ പാസ്റ്റ ഫ്രിഡ്ജിലിരുന്നാണല്ലോ കുക്ക് ചെയ്ത്, അതുകൊണ്ട് നമ്മളൊരു കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് വേകണമല്ലോ. പാസ്റ്റ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കണം. ഉപ്പൊക്കെ ഇപ്പം നിങ്ങളുടെ പാകത്തിന് ചേർക്കണം. കുറച്ചുകൂടെ പെപ്പർ പൗഡർ വേണമെങ്കിൽ, കുറച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്നെസ്സോടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതൊന്ന് അടച്ചു കൊടുക്കട്ടെ. ഇതാണ് ഇന്നത്തെ ഡിന്നറ്. നമ്മൾ കുറച്ച് സാലഡും അതുപോലെ തന്നെ കുറച്ച് പാസ്റ്റ ഒരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പാസ്റ്റ ഒരു കാർബ്സ് ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഒരു ഓറഞ്ചും ഒരു പഴവും ഇത് കഴിഞ്ഞ് കഴിക്കും. ഒരു ബ്ലാക്ക് ടീയും.